ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് രാവിലെ മുതലുള്ള വിശേഷമാണ് കേട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പോണത്. അപ്പോൾ രാവിലെ ഞാൻ പൊടി വാട്ടാനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പൊടിയൊക്കെ വാട്ടി വെച്ചതിന് ശേഷം ഞാൻ പറമ്പിലേക്കൊന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ ചെറുപയർ കറിയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ചെറുപയറിലേക്കുള്ള മുളക് ഞാൻ പറിക്കാൻ വേണ്ടിയിട്ടാണ് പറമ്പിലേക്ക് വന്നത്. അപ്പം 3 മരം ഉണ്ട് കേട്ടോ മുളകിൻ്റെ. ഇത് ചീരാമുളകല്ല കേട്ടോ, ചീരാമുളകിൻ്റെ വേറൊരു വെറൈറ്റിയാണ്. എന്താ പേര് പറയാൻ എനിക്കറിയില്ല. കാണാൻ വേണ്ടി നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതൊരു മുളക് കറിയിലിടുന്നേക്കാട്ടിൽ ഇത് കാണാനാണ് ഭംഗി. അപ്പം നിറയെ ഉണ്ട് കേട്ടോ. 2-3 മരത്തുമ്മൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിറയെ ഉണ്ട്. അപ്പോൾ കുറച്ചൊക്കെ ഞാൻ പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് കറി ഒരു വെജിറ്റേറിയൻ ആക്കാമെന്ന് വിചാരിച്ചിട്ടോ. എന്നും ചിക്കൻ കറിയൊക്കെ ആണ് ഉണ്ടാവൽ. അപ്പോൾ ചെറുപയറിൽ ഈ ഒരു മുളക് ഇട്ടിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ട് പത്തിരിൻ്റെ കൂടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എല്ലാവർക്കും. അപ്പോൾ അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അയ്മണിന് പനിയാണ് കേട്ടോ. 2-3 ദിവസമായിട്ട് നല്ല പനിയുണ്ട്. അപ്പോൾ കാണിച്ചിട്ട് മരുന്നൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പനി കാരണം അവനങ്ങനെ ഫുഡൊന്നും കഴിക്കുന്നില്ല. പത്തിരിയൊക്കെ കൊടുത്ത് നോക്കണം, ചിലപ്പം കഴിക്കൂല. അങ്ങനെയാണ് കഞ്ഞി വെക്കാമെന്നും കൂടെ വിചാരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ അതാ ഇത്രയും മുളകാണ് കേട്ടോ കിട്ടിയത്. ഞാൻ ആവശ്യത്തിന് മാത്രം പറിച്ചെടുക്കുകയുള്ളൂ കേട്ടോ. ഇതാ പത്തിരിയൊക്കെ റൗണ്ടാക്കി വെച്ചിട്ടുണ്ട്. പത്തിരിയൊക്കെ കുഴച്ച് ബോളാക്കി വെച്ചത് ഞാനാണ് കേട്ടോ. ഇനി റിയനെ ഏൽപ്പിക്കണം ചൂടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് അയ്മണും ഫ്രണ്ട്സൊക്കെ നല്ല കളിയാണ് കേട്ടോ. ഇന്ന് സ്കൂളില്ലല്ലോ, പൂജയായിട്ട്. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട്. പിന്നെ അതാ പത്തിരിയൊക്കെ ചുട്ട് ഞാൻ അയ്മണിന് കൊടുത്തു വെക്കുകയാണ് കേട്ടോ. അപ്പോൾ കൊടുത്തുന്നേ ഉള്ളൂ, അവന് കഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ ബാക്കിയുള്ള പത്തിരിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് ഉച്ചക്ക് ഞങ്ങൾ വെച്ചത് കപ്സായിരുന്നു കേട്ടോ, ചിക്കൻ കപ്സായിരുന്നു. അതും അവൻ കഴിച്ചില്ല കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ കഞ്ഞി വെക്കുകയാണ്. കഞ്ഞിയെങ്കിലും കുടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ കഞ്ഞി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല ബ്രൗൺ കളറുണ്ട് കേട്ടോ. കഞ്ഞിൻ്റെ അരിയൊക്കെ നല്ലോണം കഴുകി നല്ല വെളുപ്പിച്ചതിന് ശേഷം ഞാൻ പിന്നെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അരി വേവാൻ വേണ്ടിയിട്ട്. അപ്പം എല്ലാവരും വീഡിയോ ഒക്കെ കണ്ടിട്ട് അഭിപ്രായമൊക്കെ പറയണം കേട്ടോ. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.